പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ പുലി കമ്പിവേലിയിൽ കുരുങ്ങിയ സംഭവത്തിൽ സ്ഥലമുടമയ്ക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. വന്യമൃഗങ്ങളെ പിടികൂടാൻ സ്ഥാപിച്ച വേലിയെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും. പാലക്കാട്ടുനിന്ന് നിഖിൽ, എന്താണ് ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ നിലപാട്? വനം വകുപ്പ് ഏറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. ആ മയക്കുവെടി വെച്ചതിൽ അപാകതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ പുലി പിന്നീട് ചാവുകയും ചെയ്തു. ഇപ്പോഴിതാ സ്ഥലമുടമയ്ക്കെതിരെയാണ് വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, 6 മണിക്കൂറോളം ഈ വേലി ഈ പുലി കുരുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് സാധാരണ വേലി അല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ പുലിക്ക് ഏറെ തവണ ശ്രമിച്ചിട്ടും സ്വയമേവ രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെടുത്തിയത് എന്നതാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ കണ്ടെത്തൽ. പ്രത്യേകതരം കമ്പി ഉപയോഗിച്ചാണ് ഈ വേലി കെട്ടിയത് എന്നും പറയുന്നുണ്ട്. അത് വന്യമൃഗങ്ങളെ പിടികൂടാൻ വേണ്ടി, പ്രത്യേകിച്ച് പന്നിയടക്കം പിടികൂടാൻ വേണ്ടി സ്ഥാപിച്ച കെണി എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമുടമയ്ക്കെതിരെ കേസെടുക്കാൻ നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. വന്യമൃഗങ്ങളെ പിടികൂടാൻ സ്ഥാപിച്ച വേലി എന്നാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ഇന്ന് ഏതാണ്ട് 6 മണിക്കൂറിലധികം സമയമെടുത്ത് പുലിയെ പിടികൂടി സംരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അതിന് മുൻപായി തന്നെ ഈ പുലി ചത്തുപോവുകയായിരുന്നു. നാളെയാണ് ഈ പുലിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം നടക്കുക. എന്തായാലും ആന്തരികമായിട്ടുള്ള രക്തസ്രാവമാണ് മരണകാരണം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. ഇക്കാര്യത്തിൽ എന്തായാലും സ്ഥലമുടമയ്ക്കെതിരെ കേസെടുക്കുമെന്നാണ് അറിയിക്കുന്നത്. അതേസമയം വനംവകുപ്പിനെതിരെ ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. കാരണം ഈ മേഖലയിൽ പന്നിയുടെ ശല്യം, കാട്ടുപന്നിയുടെ ശല്യം അങ്ങനെ ഉള്ള പ്രദേശമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കാട്ടുപന്നിയെ പിടികൂടാൻ വേണ്ടി ഒരു കെണി സ്ഥാപിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടോ എന്ന് വ്യക്തമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് മാത്രമല്ല, രാവിലെ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വിമർശനം ആരും ഉന്നയിച്ചിരുന്നില്ല. അവിടെ ഉള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ അത്തരത്തിലുള്ള പരാതികളൊന്നും തന്നെ ഉന്നയിച്ചിരുന്നുമില്ല. ഇതിപ്പോൾ അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം വനംവകുപ്പിൽ നിന്ന് പുറത്തു വരുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഉടമയ്ക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. വിജയകുമാർ, വന്യമൃഗങ്ങളെ പിടികൂടാൻ സ്ഥാപിച്ച വേലി എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അതുകൊണ്ടാണ് സ്ഥലമുടമയ്ക്കെതിരെ ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകി.